ഹായ്, സഹദേവ് മാഷാണ്. ജോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതാണ്ടല്ല സ്കൂൾ തലത്തിലും സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. സാധാരണഗതിയിൽ പരീക്ഷ കഴിഞ്ഞ് ആ വെക്കേഷൻ കാലത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ സ്കൂൾ തലത്തിൽ സെലക്ഷൻ കഴിയാത്തവരും അതുപോലെ കഴിഞ്ഞവരും ഇത്തവണ കേൾക്കേണ്ടത്, ഒരു ജോമെട്രിക്കൽ ചാർട്ട് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. LP തലത്തിലും UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലും അതിനപ്പുറത്തും ഒക്കെ കുട്ടികൾ ജോമെട്രിക്കൽ ചാർട്ടിന് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു മുമ്പായി നടത്തേണ്ട മുന്നൊരുക്കങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരാം. ഇത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പലതും അറിയായിരിക്കും, അവർ പലതവണ ഈ ഘട്ടത്തിലൂടെ വന്നവരായിരിക്കും. എന്നാൽ LP UP തലത്തിലുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയൊന്നുമില്ല. അതുപോലെ അവരെ ഒരുക്കുന്ന രക്ഷിതാക്കൾക്കും ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളിൽ വലിയ പിടിപാടില്ല. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സും ഈ ഗണിതശാസ്ത്ര മേളയായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ മുഴുവനായിട്ടും മനസ്സിലാക്കുന്നത്. അല്ലാത്തവര് സംശയം തന്നെയായിരിക്കും. അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, രക്ഷിതാക്കളായാലും കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും നിരന്തരം മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ജോമെട്രിക്കൽ ചാർട്ടുമായി ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ. ഏതൊക്കെ മെറ്റീരിയൽ എങ്ങനെയൊക്കെ വാങ്ങണം, ഏതൊക്കെയാണ് അത്, അപ്പോൾ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഏറ്റവും നല്ലത് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, ആരുടെയൊക്കെ കുട്ടികളുടെ സംശയം, രക്ഷിതാക്കളുടെ സംശയം, അതുപോലെ ടീച്ചേഴ്സിന്റെ സംശയവും മാറ്റാവുന്ന രൂപത്തിൽ പരമാവധി ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഞാൻ നിരന്തരം ഇപ്പോൾ യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത സ്കൂളുകളിലേക്ക് ചെന്ന് കുട്ടികൾക്കും ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട മേളയുമായി ബന്ധപ്പെട്ട ഇനങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി, അവരെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉള്ള യാത്രയിലാണ്. അതായത് ഒരു സ്കൂളിൽ ഒരു ദിവസം എന്നുള്ള നിലക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വളരെ ദൂരേക്കൊന്നും ഇപ്പോൾ യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. അതുപോലെ ദിവസവും വീട്ടിൽ തിരിച്ചെത്തുന്ന അകലത്തിൽ മാത്രമേ ഇപ്പോൾ സഞ്ചരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലും തൊട്ടടുത്ത സമീപ ജില്ലകളിലും, അതും വളരെ ദൂരെയാണെങ്കിൽ ഇപ്പോൾ പോകാൻ കഴിയാറില്ല. നിരന്തരമായ യാത്ര കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ശബ്ദമൊക്കെ ഏകദേശം പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു ജോമെട്രിക്കൽ ചാർട്ട് നിർമ്മിക്കുന്ന കുട്ടി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ അവർക്ക് അറിയാത്തതുമായിട്ടുള്ളൊരു കാര്യം ഒരു ചാർട്ടിന്റെ നീളവും വീതിയാണ്. ഇത് ഞാൻ കുട്ടികളെ മുന്നിൽ കാണാതെയാണ് പറയുന്നതെങ്കിലും നിങ്ങളൊന്ന് ഇത് കേൾക്കുന്നവരൊന്ന്, ഇനി മുതിർന്നവരാണെങ്കിലും ഇനി ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു ചാർട്ടിന്റെ നീളം എത്രയാണ്, വീതി എത്രയാണ്? അപ്പോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ പല വലുപ്പത്തിലും ഉണ്ടാവും എന്നുള്ളൊരു സംശയം അവിടെയുണ്ട്. ഒരു ചാർട്ട് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് സൈസാണ്. ഞാനിത് വീണ്ടും പറയാൻ കാരണം, നമ്മളെ കുട്ടികൾ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കണക്കിന് മാത്രമല്ല, സയൻസിനും മറ്റ് ഭാഷാ വിഷയങ്ങൾക്കും ഒക്കെ ചാർട്ടിൽ പല വർക്കും ചെയ്ത് സ്കൂൾ ചുമരുകളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ നിരന്തരം ഇത് ചെയ്യാറുണ്ടെങ്കിലും ഒരു ചാർട്ടിന്റെ നീളവും വീതിയും ചോദിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ കണക്കാവുമ്പോൾ, പ്രത്യേകിച്ചും ജോമെട്രിക്കൽ ചാർട്ടാവുമ്പോൾ നിങ്ങൾ തീർച്ചയായും അതിന്റെ അളവ് അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് പറഞ്ഞുതരാം. നീളം 72 അല്ലെങ്കിൽ 71 സെന്റിമീറ്റർ, ഈ രണ്ടളവിലാണ്. രണ്ടളവ് വരാൻ കാരണം കട്ട്
കട്ടി കുറഞ്ഞതാണെങ്കിൽ 72 സെന്റിമീറ്റർ ഉണ്ടാവും. കട്ടിയുള്ളതാണെങ്കിൽ, അതായത് തിക്നെസ് കൂടിയതാണെങ്കിൽ, തിക്നെസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ അളക്കുക? അതിന്റെ അളവ് GSM അങ്ങനെയാണ് പറയുക. അപ്പോൾ കട്ടിയുള്ള നമ്മൾ ഉപയോഗിക്കേണ്ട കാർഡ് ഷീറ്റാണ് ചാർട്ട് പേപ്പർ എന്ന് പറയുന്നതേ ഉള്ളൂ. ചാർട്ട് പേപ്പറിന്റെ വലുപ്പത്തിലുള്ള കാർഡ് ഷീറ്റ്, അതും പ്യുവർ വൈറ്റ്, ഏറ്റവും നല്ല വൈറ്റ് കാർഡ് ഷീറ്റാണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ തിക്നെസ് 300 GSM എങ്കിലും ഉള്ളതായിരിക്കണം. 300 GSM, 360 GSM ആ കാർഡ് ഉണ്ട്. നമുക്ക് 300 എങ്കിലും മതി. ഇത് പറയുക ഐവറി കാർഡ് എന്നാണ്. ഐവറി കാർഡ്. അപ്പോൾ ഐവറി കാർഡാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കാർഡ്. അതിന് നല്ല വിലയുണ്ട്. ഒന്നിന് 25 രൂപ വിലയുണ്ട്. ഇതിനേക്കാളും ഒരു 5 രൂപ കുറവുള്ളതാണ് JK കാർഡ്. അപ്പോൾ അതും 300 GSM ഉള്ള തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒന്നിക്കൽ ഐവറി കാർഡ് അല്ലെങ്കിൽ JK കാർഡ്. ഇത് 300 GSM തിക്നെസ് ഉള്ളതായിരിക്കണം. അപ്പോൾ അത് ഒരു 20 രൂപക്കൊക്കെ കിട്ടും. അപ്പോൾ 20-25 രൂപയാണ് ഇതിന്റെ. ഐവറി കാർഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന കാര്യം സാധാരണ ഷോപ്പുകാർക്ക് അറിയില്ല എന്നുള്ളതാണ്. അവർക്ക് ഇതിന്റെ തിക്നെസ്സിനെ കുറിച്ച് സാധാരണഗതിയിൽ അറിയില്ല. ഐവറി കാർഡ് എന്ന് പറയുമ്പോൾ പല കടകളിൽ നിന്നും ഐവറി നിറത്തിലുള്ള കാർഡ് കൊടുത്തിട്ടുള്ള സംഭവം ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ പല വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കട്ടി കുറഞ്ഞ ഐവറി നിറത്തിലുള്ള ചാർട്ട് പേപ്പറാണ്. അതല്ല വേണ്ടത്. ഐവറി കാർഡ് എന്ന് പറഞ്ഞാൽ അത് കട്ടിയുള്ള, ഏറ്റവും കട്ടിയുള്ള, ഏറ്റവും ക്വാളിറ്റിയുള്ള കാർഡ് ഷീറ്റിന് പറയുന്ന പേരാണ്. അതിന്റെ നിറം ഐവറി അല്ല, അത് പ്രത്യേകം ഓർക്കുക. അതിന്റെ നിറം ഒരിക്കലും ഐവറി കളർ അല്ല. അപ്പോ ഐവറി കാർഡ് എന്ന് പറഞ്ഞാലും JK കാർഡ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും കട്ടിയുള്ള കാർഡ് ഷീറ്റ്. അത് പ്യുവർ വൈറ്റ്, വൈറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. ചില കുട്ടികൾ ചിത്രം വരച്ചിട്ട് എനിക്ക് റോസിലും യെലോയിലും ബ്ലൂവിലും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും പാടില്ല. ജോമെട്രിക്കൽ ചാർട്ട് ഏറ്റവും നല്ല വൈറ്റ് ചാർട്ടിൽ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോ ചാർട്ടിന്റെ നീളവും വീതിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ കട്ടിയുള്ള കാർഡ് ഷീറ്റ് ആണെങ്കിൽ അതിന്റെ നീളം 71 സെന്റിമീറ്റർ ആയിരിക്കും. കട്ടി കുറഞ്ഞതാണെങ്കിൽ 72 സെന്റിമീറ്റർ ആയിരിക്കും. മറ്റൊന്ന് വീതി രണ്ടായാലും 56 സെന്റിമീറ്റർ ആണ്. 56 സെന്റിമീറ്റർ. ഈ 56 എന്ന് പറഞ്ഞാൽ 56.2 അല്ലെങ്കിൽ 0.3 ഒക്കെ കാണാറുണ്ട്. എന്തായാലും 56 സെന്റിമീറ്റർ ആണ് സാധാരണഗതിയിൽ വീതി. അപ്പോൾ 56 സെന്റിമീറ്റർ വീതി, 71 സെന്റിമീറ്റർ നീളവുമുള്ള ചാർട്ട് പേപ്പറിന്റെ വലുപ്പമുള്ള കാർഡ് ഷീറ്റ്, ഇതാണ് മത്സരത്തിന് ഉപയോഗിക്കേണ്ടത്. ഇതല്ലെങ്കിൽ, ഈ സൈസിലല്ലെങ്കിൽ അത് അൺസൈസാണ്. നിങ്ങൾക്കത് മത്സരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ക്വാളിഫൈഡ് ആവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ്. 71 അല്ലെങ്കിൽ 72 സെന്റിമീറ്റർ നീളം, 56 സെന്റിമീറ്റർ വീതിയുള്ള കാർഡ് ഷീറ്റ്. ഇനി മറ്റൊന്ന്, കാർഡ് ഷീറ്റ് സാധാരണഗതിയിൽ നല്ല കട്ടിയുള്ളതാണ്. ഇത് കടയിൽ നിന്നും ചുരുട്ടിയിട്ടാണ് തരിക, റോള് ചെയ്തിട്ടാണ് തരിക. അപ്പോൾ റോള് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ മത്സരത്തിന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് റോള് ചെയ്ത് ശരിയാക്കാൻ ശ്രമിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുക. അവര് റോള് ചെയ്ത് തന്നാൽ ശരിക്കും പായമടങ്ങിയതിൻ്റെ തൊട്ട് അത് ചുരുണ്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിവർത്താൻ വേണ്ടി എന്ത് ചെയ്യും? തിരിച്ച് റോൾ ചെയ്യാൻ ഒരു ശ്രമം നടത്തും. അപ്പോഴതിന് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ അതിൽ പാട് വീഴും, മടക്ക് വീഴും. അപ്പോ ആ കാർഡ് ഷീറ്റ് ചീത്തയാവും. ഒരു പാടും അതിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട എന്താണ്? നേരെ കമഴ്ത്തി വെക്കുക. കമഴ്ത്തി വെച്ചിട്ട് നിങ്ങളെ ഇൻസ്ട്രുമെന്റ് ബോക്സും അതുപോലെയുള്ള അല്ലെങ്കിൽ നോട്ട് ബുക്ക് ഇതെടുത്ത് അതിന്റെ മേലെ വെച്ചാൽ അയാൾ ക്രമത്തിൽ അവിടുന്ന് മെല്ലെ നിവർന്ന് വന്നോളും. ബലം പിടിച്ച് നിവർത്തരുത് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ജിയോമെട്രിക്കൽ ചാർട്ട് കൊണ്ടാണ് പറയുന്നത്. ഇതേ കാർഡ് ഷീറ്റ് തന്നെയാണ് മോഡൽ ഉണ്ടാക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കുക. അതൊരിക്കലും ചുരുട്ടിക്കൊണ്ടുവരാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് മോഡൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് മോഡലിന്റെ സമയത്ത് കൂടുതലായിട്ട് പറയാം. ഇപ്പൊ ജിയോമെട്രിക്കൽ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ പറയാം. അപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട കാർഡ് ഷീറ്റ് ഏതാണെന്ന് പറഞ്ഞ്, ഐവറി കാർഡ് അല്ലെങ്കിൽ JK കാർഡ്
അതിന്റെ തിക്നെസ് 300 GSM എങ്കിലും വേണം. 300 GSM പ്യുർ വൈറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇത്രയും കാര്യം ബോധ്യമായി. ഇനി മറ്റൊന്ന് സ്കെയിൽ. പല കുട്ടികളും മെറ്റൽ സ്കെയിൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മെറ്റൽ സ്കെയിലിനുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ മെറ്റൽ സ്കെയിലിന്റെ അറ്റത്ത് 0 ഇല്ല എന്നുള്ളതാണ്. 0 ഇല്ല. അറ്റത്ത് 0 ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാ കുട്ടികൾ അളക്കുക? സാധാരണഗതിയിൽ എല്ലാ അളവും തുടങ്ങുന്നത് 0 സെന്റിമീറ്ററിൽ നിന്നാണ്. ഈ 0 സെന്റിമീറ്റർ കാണാത്ത കുട്ടി എങ്ങനെ അളവ് തുടങ്ങുക? പിന്നെ ഒന്നും നടന്നിട്ട് പിന്നെ ഒന്ന് അപ്പുറത്തേക്ക് കൂട്ടിയിടേണ്ടി വരും. അത്രയൊന്നും സാഹസം ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയായി അളക്കാനും വരക്കാനും ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് സ്കെയിലാണ്. അപ്പോ ചിലർക്ക് ഹാലളവും പ്ലാസ്റ്റിക് പ്രകൃതി വിരുദ്ധല്ലേ, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാസ്റ്റിക് അല്ല എങ്കിൽ, ട്രാൻസ്പെറന്റ് അല്ല എങ്കിൽ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതും അളക്കുന്ന രീതി പല വർക്ക്ഷോപ്പിലും ഞാൻ ചെല്ലുമ്പോൾ, കുട്ടികളെ ശില്പശാലയിൽ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്കെയില് വെച്ച് നമ്മൾ റേഡിയസ് എടുക്കുമ്പോൾ അത് ഡെസ്കിലാണ് കുട്ടികൾ വെക്കുക. മിക്കവാറും അത് കുട്ടികളെ ശീലമാണ്. ഡെസ്കിൽ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പൊതിന്റെ മേലെ അങ്ങനെ എവിടെയെങ്കിലുമാണ് വെക്കുക. ഒരിക്കലും പാടില്ല. നിങ്ങൾ അളക്കേണ്ടത് വൈറ്റ് പ്രതലത്തിൽ വെച്ചാണ്. വെള്ള പ്രതലത്തിന്റെ മേലെ സ്കെയിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് അളക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിലുള്ള അങ്കനം, അതായത് അടയാളപ്പെടുത്തിയ നമ്പർ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റൂ. സാധാരണഗതിയിൽ ഡെസ്കിന്റെ കളർ ഡാർക്ക് കളറായിരിക്കും. ചിലത് ബ്ലാക്ക് ആയിരിക്കും, ചിലത് ബ്രൗൺ ആയിരിക്കും. എന്തായാലും ഡാർക്ക് കളറായിരിക്കും. അല്ലെങ്കിൽ പഴയതാണെങ്കിൽ ഒരുപാട് കൊല്ലത്തെ ചെളിയും പൊടിയും ഒക്കെ കൂടിയിട്ട് ഡാർക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെയല്ല വെക്കേണ്ടത്, വൈറ്റ് പ്രതലത്തിൽ വെച്ചാണ് അളക്കേണ്ടത്. അപ്പോ ഇവിടെ മുമ്പിൽ ചാർട്ട് പേപ്പർ ഉണ്ട്, വെള്ളയാണ്, അതിന്റെ മേലെ വെച്ച് തന്നെ അളക്കണം. ഇനി ക്ലാസ്സിൽ നിന്നാണെങ്കിലോ നിങ്ങളെ നോട്ട് ബുക്കിന്റെ പേജിന്റെ മേലെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതും വൈറ്റ് ആണല്ലോ. നിങ്ങളെ കണക്ക് നോട്ടിന്റെ പുസ്തകത്തിൽ വെച്ച് തന്നെയാണ് സ്കെയിൽ വെച്ച് അളക്കേണ്ടത്. കാരണം അതും വെള്ളയാണ്. ഡെസ്കിൽ വെച്ച് മേലിൽ അളക്കരുത്. മറ്റൊന്ന്, എല്ലാ അളവും തുടങ്ങുന്നത് 0 നിന്നാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ സ്കെയിലിൽ ഒരു പോയിന്റ് 0 നമ്മൾ ആ കോമ്പസ് കൊണ്ട് ഒന്ന് അമർത്തിയിട്ടൊന്ന് കുത്തിയാൽ 0 ഒരു സ്ഥിരം പോയിന്റ് അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ തെന്നിപ്പോവും. ഇല്ലെങ്കിൽ നമ്മൾ കോമ്പസ് വെക്കുമ്പോൾ അവിടെ തെന്നിപ്പോവും. അതുകൊണ്ട് തെന്നിപ്പോവാതിരിക്കാൻ 0, ഇത് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 0 സെന്റിമീറ്ററിന്റെ ആ വരയിൽ ഒരു കോമ്പസിന്റെ മുന കൊണ്ട് ഒന്ന് തിരിച്ചാൽ അവിടെ കൃത്യമായിട്ടൊരു പോയിന്റ് വരും. അവിടെ വെച്ച് അളക്കുമ്പോൾ തെന്നിപ്പോവില്ല. ഓക്കെ. അപ്പോ ഉപയോഗിക്കേണ്ട സ്കെയില് 30 സെന്റിമീറ്റർ പ്ലാസ്റ്റിക് സ്കെയിൽ. അതിനുവേണ്ടി വലിയ 60 വേണ്ട കേട്ടോ. 30 സെന്റിമീറ്റർ. മിക്കവാറും എല്ലാ ജോമെട്രിക്കൽ ചാർട്ട് വരക്കാനും നമുക്ക് 30 സെന്റിമീറ്റർ സ്കെയിൽ തന്നെ മതി. ഓക്കെ. അപ്പോ പിന്നെ പ്ലാസ്റ്റിക് സ്കെയിലാണ് ഉപയോഗിക്കേണ്ടത്. എവിടെ വെച്ച് അളക്കണം, എങ്ങനെ അളക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മറ്റൊന്ന് പെൻസിൽ ഇതാ നമ്മളെ കുട്ടികളുടെ കയ്യിൽ പലതരത്തിലുള്ള പെൻസിൽ കാണാം. ഇത് 2HB പെൻസിലാണ്. അപ്സരയുടെ 2HB പെൻസിലാണ്. ഇത് നടരാജിന്റെ അത് HP അല്ല. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് കാമ്പിന് കരുത്തുള്ള, നിറം കുറഞ്ഞ്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക, നിറമുള്ള പെൻസിൽ കൊണ്ടല്ല വരക്കേണ്ടത്, നിറം കുറഞ്ഞ് വളരെ ഷാർപ്പായി വരക്കാൻ പറ്റുന്ന പെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അതൊരിക്കലും നിറമുള്ള, കാമ്പിന് കനമുള്ള പെൻസിൽ ഉപയോഗിക്കരുത്. അപ്പോൾ 2HB 4HB ഒക്കെ കുട്ടികൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരിക്കലും പാടില്ല. അതൊക്കെ നമുക്ക് വേണ്ടത് ഏറ്റവും നേരിയ വര, ഏറ്റവും ഷാർപ്പായിട്ട് കിട്ടുന്ന അതാണ്. അപ്പോ 2HB പെൻസിലൊന്നും എടുക്കരുത്. കാമ്പിന് കരുത്തുള്ളതാണ്. ഞാൻ ഈ പെൻസിൽ നടരാജിന്റെ ഈ ബ്ലാക്കും റെഡും ചേർന്ന് ഈ വരയുള്ള പെൻസിൽ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളത് ഞാൻ പതിവായിട്ട് ഉപയോഗിക്കുന്ന അതാണ്. ഓക്കെ. അപ്പോ ഏത് പെൻസിൽ, ഇപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെൻസിൽ ഷാർപ്പ് ചെയ്ത് വെക്കണം. അത് സ്കൂൾ തല മത്സരത്തിലായാലും സബ് ജില്ലാ മത്സരത്തിലായാലും ഇനി സ്കൂളിൽ പോകുന്നതാണെങ്കിലും അത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട പണിയാണ്. കോമ്പസിലിടുന്ന പെൻസിലും അതുപോലെ വരയ്ക്കാനുള്ള പെൻസിലും. ഓക്കെ.
അപ്പോൾ അത് രണ്ടും നന്നായിട്ട് ഷാർപ്പായി വെച്ചിരിക്കണം. അതുപോലെ കോമ്പസിന്റെ മുനയും പെൻസിലിന്റെ മുനയും കൃത്യമായി നേരെ വരുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിലത്ത് വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നേരെ ആയിരിക്കണം. അപ്പോൾ ഇത് ചിലപ്പം മാറ്റം വരുന്ന എപ്പോഴാച്ചാൽ സാധാരണഗതിയിൽ നിങ്ങളെ ബോക്സിലുള്ള കോമ്പസ് കൊണ്ട് സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു 12 സെന്റിമീറ്റർ, ചില കുട്ടികളെ കോമ്പസ് 11 സെന്റിമീറ്ററേ മാക്സിമം കിട്ടും, ചിലര് 12 സെന്റിമീറ്റർ കിട്ടും. അതിനപ്പുറത്ത് ഒരു 13, 14, 15 വരക്കേണ്ടി വന്നാൽ ഉടനെ ഫോൺ എടുത്ത് എന്നെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയാണ്, എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, എന്റെ കോമ്പസ് കൊണ്ട് 15 സെന്റിമീറ്റർ കിട്ടുന്നില്ല, 16 കിട്ടുന്നില്ല എന്നാ പറയാം. ഇത് മെസ്സേജ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ വീട്ടിലുള്ള മുതിർന്നവരോട്, അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോ പെട്ടെന്ന് ആദ്യം നമ്പർ എടുത്തിട്ട് വേഗം ഒന്നുകിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് നിങ്ങൾ ദയവായി എന്നെ വിളിക്കാൻ, കോൾ ചെയ്യാൻ ശ്രമിക്കരുത്. വാട്സപ്പിലായാലും അല്ലാതെയും കോൾ ചെയ്താൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ മിക്കവാറും പകൽ സമയങ്ങളിൽ മുഴുവൻ കുട്ടികളെ ഗ്രൂപ്പിലായിരിക്കും, ആ ബഹളത്തിലായിരിക്കും. അത് ആ സമയം എനിക്ക് കേൾക്കാനോ തിരിച്ച് മറുപടി പറയാനോ കഴിയില്ല. അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് ഇടാൻ പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളെ വീട്ടുകാർക്കോ ടീച്ചേഴ്സിനോ പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യത്തിന് മാത്രമേ എനിക്ക് മെസ്സേജ് ചെയ്യാവൂ. അല്ലാതെ ഈ പറഞ്ഞ കാര്യമില്ലേ, നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഇത് 12 സെന്റിമീറ്റർ മാത്രമേ കിട്ടുന്നുള്ളൂ, 15 സെന്റിമീറ്ററിലേക്ക് വരക്കണം. ആ സമയത്ത് മാത്രം നമുക്ക് ഈ പെൻസിലിങ് ഇറക്കി വെച്ചാൽ പോരെ. ഇനി ഇത് നോക്കിയാൽ നമുക്ക് 15 സെന്റിമീറ്റർ ഒക്കെ കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കാര്യം. പക്ഷെ എപ്പോഴും ഇങ്ങനെ സർക്കിൾ വരയ്ക്കാവോ? പാടില്ല. നമുക്ക് ഇത് കോമ്പസ് കൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഏറ്റവും വലിയ ഒരു വൃത്തം വരയ്ക്കേണ്ടി വന്നാൽ ചെയ്യേണ്ട പണിയാണ് ഇത്. എപ്പോഴും ചെയ്യരുത്, ആ സമയത്ത് മാത്രം. അങ്ങനെയുള്ള 1, 2 വൃത്തമല്ലേ നമുക്ക് വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, ഏതൊരു ചിത്രവും ജിയോമെട്രിക്കൽ ചാർട്ട് നമ്മൾ ഏറ്റവും ഭംഗിയായി കാണുന്നത് മധ്യഭാഗത്തുനിന്ന് തുടങ്ങും, അതായത് ഏറ്റവും സെന്റർ പോയിന്റ്. അപ്പോൾ എങ്ങനെയാണ് സെന്റർ പോയിന്റ് കാണാം? നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഈ 30 സെന്റിമീറ്റർ പ്ലാസ്റ്റിക് സ്കെയിലാണ്. ഈ ഒരു സ്കെയിലാണ്. നമ്മൾ ഇതിനു വേണ്ടി മാത്രം മെറ്റൽ ഒരു മീറ്റർ സ്കെയിലോ അല്ലെങ്കിൽ 60 സെന്റിമീറ്റർ സ്കെയിലോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 60 സെന്റിമീറ്റർ കൊണ്ടുപോകുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം, വിരോധമൊന്നുമില്ല കേട്ടോ, മീറ്റർ സ്കെയിൽ. പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ അതിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്, അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ നമ്മളെ ചാർട്ടിന്റെ, അതായത് കാർഡ് ഷീറ്റിന്റെ വീതി പറഞ്ഞത് 56 സെന്റിമീറ്റർ ആണ്. 56ന്റെ പകുതി 28 ആണ്. വീതിയുടെ ഭാഗത്ത് ഒരറ്റത്ത് 0 സെന്റിമീറ്റർ വെച്ചതിന് ശേഷം 28 സെന്റിമീറ്റർ, ഞാനിത് ചിലത് ചാർട്ടിൽ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വീതിയുടെ ഭാഗത്തുനിന്ന് മധ്യഭാഗത്ത് 28 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് ഇട്ടാൽ അത് തന്നെയാണ് മധ്യബിന്ദു. ചില കുട്ടികൾ വേഗം പറയുക അത് 4 ആക്കി മടക്കി മധ്യബിന്ദു കാണുന്ന. ഓക്കെ, അത് നല്ലൊരു ആശയം തന്നെയാണ്. പക്ഷേ ആ ചാർട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം മടക്ക് വീണു. അങ്ങനെ മടക്ക് വീണതോ പാട് വീണതോ, ചിലര് പറയാ ഡയഗണലിങ് വരച്ചാൽ മതി. പക്ഷെ അതിന് മീറ്റർ സ്കെയിൽ വേണ്ടേ? ഡയഗണലിൽ തിരിച്ചും മറച്ചും വരയ്ക്കുമ്പോൾ തീർച്ചയായും മധ്യബിന്ദു കിട്ടും. പക്ഷെ ആ വര പിന്നെ എന്ത് ചെയ്യും? ആ വര നമുക്ക് ചിത്രത്തിന് ആവശ്യമില്ലെങ്കിൽ. അപ്പോൾ അതൊന്നും ചെയ്യരുത്. ഇത് ഇത്രയും സിമ്പിളാണ്. വേഗം വീതിയുടെ ഭാഗം, നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, 3 മണിക്കൂറല്ലേ ഉള്ളൂ. ഏറ്റവും വേഗത്തിൽ ചെയ്യണമെങ്കിൽ വേഗം 0 സെന്റിമീറ്റർ ചാർട്ടിന്റെ വീതിയുടെ ഒരറ്റത്ത് വെക്കുക. മധ്യഭാഗത്ത് ഇതാണ് ചാർട്ടെങ്കിൽ ഞാൻ ഈ പിടിച്ച പോലെ പിടിക്കുക. അപ്പോ 0 ഈ അറ്റത്ത്, പിന്നെ 28 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് ഇട്ടാൽ അത് തന്നെയാണ് മധ്യബിന്ദു. നീളം നോക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, നീളം കൂടുതലുണ്ട്. നീളം 1 സെന്റിമീറ്റർ അപ്പുറത്തോ ഇപ്പുറത്തോ പോയാൽ കുഴപ്പമില്ല. പക്ഷെ വീതിയുടെ നേരെ മധ്യത്തായിരിക്കണം. അതുകൊണ്ടാണ് 28 സെന്റിമീറ്റർ പറഞ്ഞത്. അവിടെ വെച്ചാണ് നമ്മൾ തുടങ്ങുക. ഏത് ചിത്രവും മധ്യബിന്ദു കണ്ടുകൊണ്ടാണ് തന്നെയാണ് തുടങ്ങുക. യെസ്. അപ്പോ ഏത് പെൻസിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ്, ഇനി മിക്കവാറും എല്ലാ ഡിസൈനിലും നേർരേഖകൾ ഒരുപാട് വരക്കേണ്ടി വരും, തുടർച്ചയായി വരക്കേണ്ടി വരും. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഒരുപാട് വരക്കേണ്ടി വരും. ചില നല്ല ഡിസൈനിന്
പിന്നെ ഏതാണ്ട് 500ഓളം വരകൾ വരക്കേണ്ടതൊക്കെ ഉണ്ട്. നല്ല ചില ഡിസൈനൊക്കെ വരും. ഞാൻ ഒടുവിൽ കാണിച്ച ഒരു ചിത്രം, ഏറ്റവും നല്ലൊരു ചിത്രം 1728 കളങ്ങളുള്ളതാണ്. അപ്പൊ എത്ര വര വരച്ചിട്ടുണ്ടാവും? 1728 വരകളുള്ള, നേർവരകളുള്ള ഒരു ചിത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ആ കളങ്ങളുള്ള ചിത്രമാണെങ്കിൽ എത്ര വരകൾ വരച്ചിട്ടുണ്ടാവും? എന്തായാലും 1728 വരക്കണ്ട, അപ്പോ കളകളാവും കൂടുതലാകുമല്ലോ. യെസ്. അപ്പോ എന്തായാലും ചിലത് 200ന്റെ മേലെ 300ന്റെ മേലെയൊക്കെ നേർവരകൾ തുടർച്ചയായിട്ട് വരക്കേണ്ടി വരും. അപ്പോ വരക്കേണ്ടത് എങ്ങനെയാണെന്നാ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നമ്മുടെ വലത് കൈയിന്റെ, ഞാനിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ പിന്നെ നേരെയാണ് ക്യാമറ എന്നുള്ളതുകൊണ്ട് വലതും ഇടത്തും മാറിപ്പോകുന്നുണ്ടാവും. നമ്മളെ റൈറ്റ് ഹാൻഡിന്റെ സൈഡിൽ വരുന്ന രൂപത്തിന്റെ സൈഡാണ് ആ രൂപത്തിന്റെ റൈറ്റ് സൈഡ്. വലതുവശം, നമ്മളെ വലത് കൈയിന്റെ നേരെ വരുന്നത് ഏത് ഭാഗമാണോ അതാണ് ആ രൂപത്തിന്റെ വലതുവശം. അപ്പോ പാരലൽ ലൈന് വരയ്ക്കുമ്പോൾ നമ്മൾ തുടർച്ചയായി ചെയ്യേണ്ടത് ആദ്യം വലത്തേ അറ്റത്ത് നിന്ന് തുടങ്ങി വരച്ച് സ്കെയില് ഇടത്തേ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിപ്പോണം. അപ്പോൾ വരച്ച് ഇടത് ഭാഗത്തേക്ക് നീങ്ങിപ്പോകുമ്പോൾ നമ്മൾ വരക്കുന്ന എല്ലാ വരകളും നമ്മൾ കാണും. ഇനി ഇടത് ഭാഗത്തുനിന്ന് വരച്ചിട്ട് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ എന്താ ദോഷമോ? നമ്മൾ വരച്ച വരേന്റെ മേലെയാണ് പിന്നെ സ്കെയില് നീങ്ങി ഓരോ വരേന്റെ മേലെ സ്കെയില് കയറി നിൽക്കുന്നതുകൊണ്ട് നമ്മളത് വര കാണൂല. തെറ്റിപ്പോവാൻ സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. സാധ്യത എന്നല്ല, തെറ്റെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് വലത് വശത്തുനിന്ന് വരച്ച് ഇടത് വശത്തേക്ക് പിറകിലേക്ക് സ്കെയില് നീങ്ങിപ്പോണം. അതുപോലെ ആദ്യം മേലേന്ന് താഴേക്കാണെങ്കിൽ ആദ്യം മേലെ വരച്ച് സ്കെയില് താഴേക്കാണ് വരേണ്ടത്. താഴേന്ന് വരച്ച് മേലോട്ട് പോകാൻ പാടില്ല. യെസ്, ഇത് നിർബന്ധമാണ്. മറ്റൊന്ന്, നമ്മൾ CD മാർക്കർ കൊണ്ടുള്ള വരക്കുമ്പോൾ അതിൽ മഷി ഉണങ്ങിയിട്ടില്ല എങ്കിൽ നമ്മൾ ആ വരച്ച വരേന്റെ മേലെ സ്കെയില് കയറി വെക്കുമ്പോൾ അവിടുന്ന് തന്നെ കുഴപ്പമാവും. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വരക്കുന്ന വരകൾ കണ്ടുകൊണ്ട് സ്കെയില് പിറകോട്ട് അല്ലെങ്കിൽ താഴോട്ട് പോയിരിക്കണം. ഓക്കെ. അപ്പോൾ തുടർച്ചയായി വരക്കുമ്പോഴുള്ള പ്രത്യേകത പറഞ്ഞ്, ഇനി വരച്ച് പെൻസിൽ കൊണ്ടാണ് വരച്ച്, നിറത്തിലല്ല വരച്ചത്. അപ്പോൾ അത് വളരെ നേരിയ വരകളായിരിക്കും. ഈ വരകളിൽ ഒരിക്കലും നമ്മൾ നേരിട്ട് കളർ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ ആ ചിത്രത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ബ്ലാക്ക് CD മാർക്കർ എന്ന് വെച്ചാൽ പെർമനന്റ് മാർക്കറാണ്. പെർമനന്റ് മാർക്കർ ഞാനിത് കാണിച്ചു തരാം. ഇതാ CD മാർക്കർ അല്ലെ പെർമനന്റ് മാർക്കർ എന്ന് പറഞ്ഞ മാർക്കർ ഇതാണ്. ഇതില് പല കമ്പനിക്കാരതും ഉണ്ട്. ഇത് ആർട്ട് ലൈനിന്റെ ഇതിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. പെർമനന്റ് മാർക്കർന്ന് DVD അതുപോലെ OHP CD മാർക്കർ എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ ഉൾപ്പെടെ എഴുതാൻ പറ്റുന്നതാണ് CD മാർക്കർ. പെർമനന്റ് മാർക്കർ എന്നാണ് നമ്മൾ പൊതുവെ പറയുക. അപ്പോൾ ഈ പേന ഉപയോഗിച്ചിട്ട് ആ പെൻസിലിന്റെ എല്ലാ വരകളിലും, പെൻസിലിന്റെ വര പിന്നെ കാണൂല, അതിന്റെ മേലെ ബ്ലാക്ക് വര വന്നല്ലോ. ഈ CD മാർക്കറിന്റെ പകരം ഒരിക്കലും സ്കെച്ച് പെൻ ഉപയോഗിക്കരുത്. പെർമനന്റ് മാർക്കറാണിത്. വരച്ച വര അവിടെ നിൽക്കും. സ്കെച്ച് പെന്നുകൊണ്ട് വരയ്ക്കുമ്പോൾ ആ വര അവിടെ നിൽക്കൂല. അതിന്റെ മേലെ കളർ വരുമ്പോൾ ആ ബ്ലാക്ക് അവിടുന്ന് പടരാൻ തുടങ്ങും. അപ്പൊ മൊത്തം ഒരു ഈ പെരങ്ങിയ മാതിരി, അതായത് തീരെ ഒരു വൃത്തിയില്ലാത്തൊരു ചിത്രമാണ് കിട്ടുക. അതുകൊണ്ട് നിർബന്ധമായും ഈ ബ്ലാക്ക് CD മാർക്കർ ഇട്ടിട്ടേ പിന്നീട് വരയ്ക്കാവും. ഇനി ആദ്യം പെൻസിലിന്റെ വര വരച്ചിട്ട് ഇത് വരക്കണമെന്ന് ചോദിച്ചാൽ അത് വേണ്ട കേട്ടോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ പോയിന്റ് ഇട്ടിട്ട് തീർച്ചയായും ആ പോയിന്റിലൂടെ CD മാർക്കർ കൊണ്ട് നേരിട്ട് വരക്കാം. എന്നാൽ സമയം ഒരുപാട് ലാഭം കിട്ടും. ഞാനത് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് പെൻസിലിന്റെ വരച്ചതിന് ശേഷം ഇത് വരക്കാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ള ചാർട്ടിൽ ബ്ലാക്ക് വര മാത്രമേ കാണൂ. ബ്ലാക്ക് കൊണ്ടുള്ള വരകൾ മാത്രമേ കാണൂ. അപ്പോൾ ബ്ലാക്കും വൈറ്റും ആയിട്ടാണ് ചാർട്ട് ഉണ്ടാവുക. അതിനുശേഷമാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്.
യെസ്. ഇനി ഈ DVD പിന്നെ ഈ പെന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ CD മാർക്കർ ഇട്ടിട്ട് തന്നെ ചിലപ്പോൾ വൃത്തമോ വൃത്തഭാഗമോ വരക്കേണ്ടി വരും. അപ്പോൾ കടയിൽ നിന്ന് നിങ്ങളിത് വാങ്ങുമ്പോൾ നിങ്ങളെ കോമ്പസിൽ അല്ലെങ്കിൽ കടയിലുള്ള ഒരു കോമ്പസിൽ അവരോടൊരു കോമ്പസ് തരാൻ പറയാം, അതിൽ ഈ പെന്ന് പോകുമോ നോക്കുക. ഈ പെന്ന് പോകണമെങ്കിൽ ഇതിന്റെ നെക്ക് ചെറുതായിരിക്കണം. ഈ ഭാഗം ചെറുതാണെങ്കിൽ മാത്രമേ ഇതിൽ പോകണ്ടോ. ഇത് ഇതിലിങ്ങോട്ട് കടക്കുന്നില്ല. അതേസമയം ഇവിടെ തടി കുറവായ ചില പേനയുണ്ട്, ക്യാംലിൻ്റെ ഒക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം തടി കുറഞ്ഞതാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സാധാരണ കോമ്പസിൽ കയറും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ വലിയ കുറച്ചും കൂടെ തടിച്ച ഇവിടെ തടിയുള്ള കോമ്പസാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ CD മാർക്കർ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് ഇത് കോമ്പസ് പോകുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ നിങ്ങളെ കോമ്പസ് എടുക്കുക, അല്ലെങ്കിൽ കടയിലുള്ള ഒരു കോമ്പസ് വാങ്ങിയിട്ട് ആ സമയം തന്നെ ഇത് പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഉറപ്പുവരുത്തണം. എന്നിട്ടാണ് വാങ്ങേണ്ടത്. ഓക്കെ, ആ കാര്യം മറന്നുപോയത്. അതിനുശേഷം നമ്മൾ കളറിംഗ് ആണ്. കളർ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇതാണ്. ഈ സെറ്റാണ് എന്ന് വെച്ചാൽ ഇതാ നമ്മൾ ചിസിൽ കളർ മാർക്കർ. അതിൻ്റെ അകത്ത് പല കളറിലുള്ള മാർക്കർ പേനകളും ഉണ്ടാകാം, പല നിറത്തിലും നമുക്ക് കാണാം. ഇതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നില്ല. കാരണം ഒന്ന്, സൂക്ഷ്മമായി കൊടുക്കാൻ ഇതിന് കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. വളരെ ചെറിയ കളമാണെങ്കിൽ ഇത് കൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുപയോഗിക്കുന്നത് ഈ സെറ്റാണ്, ഡോംസിന്റെ ഡാർക്ക് കളർ സെറ്റ്. ഡോംസിന്റെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇതേ പെട്ടി തന്നെ നിറം കുറഞ്ഞ പെട്ടിയുണ്ട്, ലൈറ്റ് ഷെയ്ഡുള്ള പെട്ടിയുണ്ട്. അതിലുള്ളത് മുഴുവൻ ലൈറ്റ് കളറായിരിക്കും. എന്നാൽ ഇതിൽ മാത്രമേ പല നിറത്തിലുള്ള ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കാണാം. ബ്രഷ് പെന്നാണ്. അപ്പോൾ ഇതിന്റെ അറ്റം വളരെ ഷാർപ്പാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചെഴുതാം, വളരെ ഷാർപ്പാണ്. അപ്പോൾ ചെറിയ കളത്തിലും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന്, സ്കെച്ച് പെന്നുകൊണ്ട് കൊടുത്ത് ശീലമുള്ള കുട്ടികൾ അമർത്തി കൊടുക്കരുത്. ഇതിൻ്റെ അകത്ത് അമർത്തി കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ഇതിൽ ഇങ്ക് കൂടുതൽ ഉണ്ടാവും, ആ സമയത്ത് മഷി പടരും. അപ്പോ അതുപോലെ ഈ ബ്രഷാണ് അറ്റത്ത്, ആ ബ്രഷ് തകരാറാവും. അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടേ കൊടുക്കാവൂ. ഒരു കളത്തിൽ, ഒരു ചതുരത്തിലാണ് നമ്മൾ കളർ കൊടുക്കുന്നെങ്കിൽ അതിന്റെ വക്കിലൂടെ വളരെ ശ്രദ്ധിച്ച് പുറത്താവാതെ ആദ്യം കൊടുക്കുക. വക്കിലൂടെ മാത്രം 4 വക്കിലും കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളിലടിക്കാവൂ. അല്ലാതെ ആദ്യം തന്നെ ഉള്ളിലടിച്ചിട്ട് പുറത്ത് നന്നാക്കാൻ നിൽക്കരുത്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വാങ്ങേണ്ടത് ഡോംസിന്റെ ഡാർക്ക് കളർ സെറ്റ്. അപ്പോൾ ഡോംസിന്റെ അല്ലാതെ മറ്റ് കളർ പലതും ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതും കൂടുതൽ ഈ നിലനിൽക്കുന്നതും ഇതായതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. യെസ്. അപ്പോൾ നമ്മൾ സ്കെയില് പറഞ്ഞ്, പെൻസിൽ പറഞ്ഞ്, CD മാർക്കർ പറഞ്ഞ്, പിന്നെ എങ്ങനെ വരക്കണം എന്ന് പറഞ്ഞ്, ഏത് കളർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ്, ഇനി ഇതാ ഇങ്ങനെയൊരു പേന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ബ്ലാക്ക് ബോൾഡ് പെർമനന്റ് മാർക്കറാണ്. സാധാരണ മാർക്കറല്ലേ, ഇതാ തടിച്ച പെർമനന്റ് മാർക്കർ തന്നെയാണ്. തടിച്ച പെർമനന്റ് മാർക്കറാണ് ബ്ലാക്ക് ബോൾഡ് പെർമനന്റ് മാർക്കർ. ഇത് ആർട്ട് ലൈനിൻ്റെതാണ്. ആർട്ട് ലൈൻ 107 എന്നൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഈ ഒരു പെന്ന് നിങ്ങളെ കയ്യിൽ കരുതണം. ഇത് ആദ്യം വരക്കാനുള്ളതല്ല. എല്ലാ പണിയും കഴിഞ്ഞാൽ അതിന്റെ വക്ക്, സാധാരണഗതിയിൽ ഒരു ചിത്രത്തിന്റെ അറ്റത്ത് നോക്കിയാൽ അറ്റത്ത് കളർ ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ അത് ആ കളർ പുറത്തേക്ക് ചാടി നിൽക്കുന്ന അതൊരു അഭംഗിയാണ്. ആ സമയത്ത് സ്കെയില് വെച്ച് കറക്റ്റായിട്ട് ആ കളർ ശരിയാക്കാൻ വേണ്ടി വരയ്ക്കുന്ന വരയാണ് പെന്നാണിത്. തടിച്ച പെർമനന്റ് മാർക്കർ. ഇതിന് ടിപ്പിന് തടി കൂടുതലാണ്. മറ്റോ CD മാർക്കറല്ല, അത് നേരിയതാണ്, ഇത് തടിച്ചതാണ്. ഇതാണ് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ്, ആദ്യം എടുത്ത് പ്രയോഗിക്കേണ്ടതല്ല.
ബ്ലാക്ക് ബോൾഡ് പെർമനന്റ് മാർക്കറാണിത്. ഓക്കെ. ഇനി ചിത്രത്തിന് ബോർഡർ കൊടുക്കണമെന്നുള്ള പ്രധാന ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം തന്നെ എനിക്ക് പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ബോർഡർ ആദ്യം കൊടുക്കരുത്. ഞാൻ പല മേളകളിലും കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കുട്ടികൾ മത്സരം സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം ചെയ്യുന്നത് ബോർഡർ വരക്കലാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആദ്യം ശീലിച്ചത്. അപ്പൊ ആ ബോർഡർ വരക്കുമ്പോൾ തന്നെ സമയം ഒരുപാട് പോകുന്നുണ്ട്. കാരണം ബോർഡർ വരയ്ക്കാൻ ചെറിയ സ്കെയിലാണെങ്കിൽ നമ്മൾ നീക്കി വെക്കണം. ഇനി വലിയ സ്കെയിലാണെങ്കിലും ആ തിരക്കിൽ നിങ്ങൾ എന്താ പറയുന്ന ഒരു ക്ലാസ് റൂമിന്റെ വലുപ്പമുള്ള അവിടെ ഒരു 10-20 കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. നിലത്തായിരിക്കും, അല്ലെങ്കിൽ മേശപ്പുറത്തായിരിക്കും. മേശ എന്തായാലും കിട്ടണം എന്നില്ല. നിലത്താണെങ്കിൽ ഈ മീറ്റർ സ്കെയിൽ വെക്കും മറ്റേ കുട്ടിക്ക് തട്ടിപ്പോവില്ലേ? അതുകൊണ്ടാണ് ഞാൻ വലിയ സ്കെയിലൊന്നും ഉപയോഗിക്കണ്ടെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സ്പേസ് അത്രയും കിട്ടും. 1-2 ക്ലാസ്സിലായിട്ട് ഈ 10-50 കുട്ടികളെ ഒതുക്കി ഇരുത്തിയിട്ടാണ് ചെയ്യുക. അപ്പോൾ സ്പേസ് കുറവായിരിക്കും. യെസ്. അപ്പോ പറഞ്ഞെന്താണ്, ബോർഡർ വരയ്ക്കണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ബോർഡർ വരയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ആദ്യം വരയ്ക്കരുത്. ആദ്യം ബോർഡർ വരയ്ക്കുകയേ ചെയ്യരുത്. ചിത്രം വരച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സൗകര്യം പോലെ ബോർഡർ വരയ്ക്കാം. പക്ഷേ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. ഞാൻ പല ചിത്രങ്ങളിലും ചിത്രത്തിന് അനുയോജ്യമായ ബോർഡർ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരു ഹെക്സഗൺ രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ ആ ഹെക്സഗൺ രീതിയിൽ തന്നെ ബോർഡർ വരച്ച് അത് ചിത്രത്തിന്റെ തന്നെ ഭാഗമായി മാറുന്നത് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പറ്റുമെങ്കിൽ ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. അപ്പോ അവിടെ ഫലത്തിൽ ബോർഡർ ഉണ്ട്, ചിത്രം വേറെയുണ്ട്. എന്നാൽ ചിത്രം ഏതാണ് ബോർഡർ ഏതാണെന്ന് അവിടെ തിരിച്ചറിയില്ല. അത്രയും അതിനോട് ഇണങ്ങിച്ചേരുന്നതാണെന്നുള്ളതാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബോർഡർ വരയ്ക്കാം. പക്ഷെ ഒരിക്കലും ആദ്യം വരച്ച് സമയം കളയരുത്. അതുകൊണ്ടാണ്, കാരണം ഏറ്റവും കൂടുതൽ സമയം ആവശ്യമുള്ളതാണ് ജോമെട്രിക്കൽ ചാർട്ട്. ഇനി മറ്റൊന്ന്, ഒരു ചിത്രം വരയ്ക്കണോ, 2 ചിത്രം വരയ്ക്കണോ, 3 ചിത്രം വരയ്ക്കണോ എന്നുള്ള ചോദ്യം. സ്കൂളിൽ നിന്ന് ടീച്ചർ 3 എണ്ണം നിർബന്ധമായിട്ടും വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി 3 എണ്ണം തന്നെ, എളുപ്പം കഴിയുന്ന 3 എണ്ണം എനിക്കൊന്ന് അയച്ചു തരണേന്ന് പല രക്ഷിതാക്കളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ വിഷമമുള്ളതാണെങ്കിൽ 3 എണ്ണം വരക്കാൻ പറ്റില്ല. അപ്പോൾ എളുപ്പമുള്ള 3 എണ്ണം അയച്ചു തരണേ എന്നാ പറയാ. അപ്പോൾ അങ്ങനത്തെ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോൾ നിങ്ങളെ കുട്ടി നല്ല ചിത്രമല്ലേ വരക്കേണ്ടത്? എണ്ണം നോക്കിയിട്ടാണോ വരക്കേണ്ടത്? എണ്ണം കൂടുതലുള്ളതിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. എന്ന് വെച്ചാൽ 3 മണിക്കൂർ കൊണ്ട്, അതായത് നന്നായിട്ട് വരക്കാൻ അറിയുന്ന ഒരു കുട്ടി 3 മണിക്കൂർ കൊണ്ട് വരക്കുന്ന ഒരു ചിത്രവും 3 മണിക്കൂർ കൊണ്ട് വരക്കുന്ന അതേ കുട്ടി വരക്കുന്ന 3 ചിത്രവും രണ്ടാണ്. ഒരിക്കലും 1 മണിക്കൂർ കൊണ്ട് ഒരു നല്ല ചിത്രം വരച്ചെടുക്കാനാവില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ 3 മണിക്കൂർ കൊണ്ട് ഒരു ചിത്രം മാത്രമേ വരക്കേണ്ടുള്ളൂ. നല്ല ചിത്രം, എളുപ്പത്തിലുള്ള ഒരു ചിത്രം വരച്ചിട്ടാണ് ഇങ്ങനെ വെറുതെ വെക്കരുത്. എളുപ്പത്തിലുള്ളതാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ 3 എണ്ണം നിർബന്ധമായിട്ടും വരക്കണം. അപ്പോൾ 1 വരച്ച് 2 വരച്ച് 3 വരച്ച് 4ാമതൊന്നും വരക്കരുത്. 3 എണ്ണം മാത്രം. ബാക്കി സമയമുണ്ടെങ്കിൽ വെറുതെ എന്നുള്ള 3 എണ്ണം മാത്രമേ വരക്കാവൂ. പക്ഷെ സമയം ഉണ്ടാവുമോ? നല്ല ചിത്രം, അത് നല്ല ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ ഭംഗിയുള്ള ചിത്രമാണോ? ഇവിടെയാണ് ഒരു കുഴപ്പം. കുട്ടിയാണ് ചിത്രം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവന് കാണാൻ ഭംഗിയുള്ള ഒരു ചിത്രമാണ് അവൻ തിരഞ്ഞെടുക്കുക. കുട്ടിയാണ് ചിത്രം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കുട്ടി തിരഞ്ഞെടുക്കുന്ന ചിത്രം കാണാൻ ഭംഗിയുള്ളതായിരിക്കും. രക്ഷിതാവ് തിരഞ്ഞെടുക്കുന്ന ചിത്രവും കാണാൻ ഭംഗിയുള്ള, അത്തരത്തിലുള്ള കുട്ടിക്ക് വലിയ വിഷമമൊന്നും ഇല്ലാണ്ട് വരച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആരാണ് നടത്തേണ്ടത്? ഈ ചിത്രം തിരഞ്ഞെടുക്കേണ്ടത് നിർബന്ധമായും ടീച്ചറാണ്. എന്തുകൊണ്ട്? അതിന് മറുപടി പറയാം. എന്തുകൊണ്ടാ ടീച്ചർ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്? ടീച്ചർക്കാണ് കുട്ടിക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ ഏതൊക്കെയാണ് ആ ചിത്രത്തിലുള്ളതെന്ന് കണ്ടെത്താനാവുക. ഇത് അറിയുന്ന രക്ഷിതാക്കൾക്കും തീർച്ചയായും കഴിയേ.
ഇത് അറിയുന്ന രക്ഷിതാക്കളുണ്ട്. ചിലപ്പോൾ ടീച്ചേഴ്സിനെക്കാളും നന്നായിട്ട് മനസ്സിലാകുന്ന രക്ഷിതാക്കളുണ്ട്. ഞാൻ അവരെ കുറച്ച് കാണിക്കുന്നതല്ല. പക്ഷേ ഇപ്പോൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടാവണം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും 7ാം ക്ലാസ്സിന്റെ അവസാനം വരെ വരുന്ന കാര്യങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഹൈസ്കൂളിലുള്ള കാര്യം വേണ്ട, അത് പറയരുത്. അത് ചിലപ്പോൾ ഉണ്ടാവും, ചിത്രത്തിൽ ഉണ്ടാവും, പക്ഷെ അത് പറയേണ്ട ആവശ്യമില്ല. ഇനി LP 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും 4ാം ക്ലാസ്സിന്റെ അവസാനം വരെ വരുന്ന കാര്യങ്ങൾ ഈ ചിത്രത്തിൽ പെടുത്താം, അത് പറയുകയും ചെയ്യണം. പക്ഷേ 5, 6, 7 ക്ലാസ്സുകളിൽ വരുന്ന കാര്യങ്ങൾ അതിലുണ്ടെങ്കിലും പറയണ്ട. കാരണം അത് കുട്ടിന്റെ സ്റ്റാൻഡേർഡിനപ്പുറത്താണെന്നാ അവർ കാണുക. ഉണ്ടാവാം, പക്ഷെ പറയണ്ട. പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ തനിക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ തന്നെയാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നത് എന്ന് ജഡ്ജസിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഒന്നും കൂടെ ഓർക്കുക, ചിത്രം ഏറ്റവും ഭംഗിയായിട്ട് വരച്ചാൽ മാത്രം പോരാ, പിന്നെയോ അത് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും നിങ്ങളെ കുട്ടിക്ക് കഴിയണം. അപ്പോൾ എങ്ങനെയാ പ്രസന്റ് ചെയ്യുക? 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞ് എല്ലാം അപ്പോഴത്തേക്കും ബെല്ലടിച്ചിട്ടുണ്ടാവും. ഇനി ചെയ്യരുതെന്ന് പറയും. ആ സമയത്ത് നമ്മൾ നിർത്തും. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ചിത്രം അങ്ങനെ തന്നെ ഇട്ടിട്ട് കുട്ടികളങ്ങ് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോഴൊക്കെ നല്ലോണം വിശക്കുന്നുണ്ടാവും, ചെറിയ കുട്ടികളായിരിക്കും. ഭക്ഷണം വരണമെന്ന് പറഞ്ഞാൽ കുട്ടികൾ വേഗം കൂട്ടത്തോടെ അങ്ങ് പോകും. ആ പോകുന്ന നമുക്ക് 50 കുട്ടികളുള്ള ഒരു ഹോളിൽ നിന്ന് നമ്മളെ കുട്ടികൾ അതുവരെ മുഷിഞ്ഞിരുന്നതാണ്. പിന്നെ ഒരു ഓട്ടമായിരിക്കും. ഈ ഓട്ടവും മറ്റുള്ളവന്റെ ചാർട്ട് ചവിട്ടിയിട്ടായിരിക്കും. എത്ര പറഞ്ഞാലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ചിത്രം പൂർത്തിയായാൽ നിങ്ങളുടെ കുട്ടി ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, ആ ചിത്രം കമഴ്ത്തി വെക്കുക. അടിയിൽ നല്ല പ്രതലായിരിക്കണേ. അടിയിൽ പേപ്പർ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോയ ചാർട്ട് ഏതെങ്കിലും ഉണ്ട്, അതിന്റെ മേലെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് അതിന്റെ മേലെ പാറിപ്പോവാതിരിക്കാം, കാറ്റടിക്കാം, ചിലപ്പോൾ ഫാൻ ഉണ്ടാവും. അപ്പോൾ അതിന്റെ മേലെ ഈ ഇൻസ്ട്രുമെന്റ് ബോക്സ്, കളർ ബോക്സ്, അങ്ങനത്തെ സാധനങ്ങൾ, സ്കെയിലും ഇതൊക്കെ അതിന്റെ മേലെ വെക്കാം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടി വരുന്ന കുട്ടി ചിലപ്പോൾ ചവിട്ടിപ്പോവാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ കൈക്ക് നനവുണ്ടാവും. കുട്ടികൾ കൈയൊന്നും തുടച്ചിട്ടില്ല വരിക. അപ്പോൾ ഈ കൈ കുടയുമ്പോൾ, അല്ലെങ്കിൽ പാത്രം, കുട്ടികൾ ഭക്ഷണം കഴിച്ച പാത്രം വരെ കയ്യിലുണ്ടാവും. അതിൽ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ വേറെ ഏതോ പ്ലേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് വെള്ളം തെറിക്കാം. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്ക് 1 മണിക്കൂർ സമയം കൊണ്ട് ഇവിടെ മഴ പെയ്തിട്ട് ഈ ചില്ലടിക്കാം, മഴ ചില്ല് വരാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. വേറൊരു കുട്ടി വെറുതെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒന്ന് വന്നു നോക്കിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മുടെ ചാർട്ടിൽ വീണാൽ പോയി. ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ കുട്ടി ചിത്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്തേണ്ടത്, ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പേ അത് നേരെ തിരിച്ചിടുമ്പോൾ നിലത്തായി പോകരുത്. നിലത്തല്ല വെക്കേണ്ടത്. കൂട്ടത്തിൽ വേറെ ചാർട്ട് ഉണ്ടാവുമല്ലോ. കൊണ്ടുപോയ ചാർട്ട് എന്ന് പറയാൻ ഒന്നല്ലല്ലോ, ഒരു 2, 3 ചാർട്ട്, 3, 4 ചാർട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. ഒന്നാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും 4, 5 ചാർട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ ആ ചാർട്ടിന്റെ മേലെ വെച്ച് തിരിച്ചു വെച്ചതിന് ശേഷം അതിന്റെ മേലെ ഈ പറഞ്ഞ പോലെ ഇൻസ്ട്രുമെന്റ് ബോക്സും സ്കെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം ഒഴിവാകും. ഓടി വന്ന് ചവിട്ടിയാലും പുറം ഭാഗത്തേ ചവിട്ടുകയുള്ളൂ എന്നുള്ളത് നോക്കുക. അപ്പോൾ അതുപോലെ പോകുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിച്ച കളറ്, അതുപോലെ പെർമനന്റ് മാർക്കർ, എല്ലാ സാധനവും ടോപ്പിട്ട് കൃത്യമായിട്ട് അതാത് ബോക്സുകളിൽ വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഓടുന്ന ഓട്ടത്തിൽ ഇത് ചവിട്ടി ഉരുട്ട് കുട്ടി പോകും. കാരണം ചെറിയ കുട്ടികളാണ്, ഒരിക്കൽ ശ്രദ്ധ ഉണ്ടാവില്ല, മരണപ്പാച്ചിലായിരിക്കും. ഇനി നമ്മൾ തിരിച്ചു വെച്ചല്ലോ, അത് അവിടെ തന്നെ നിന്നോട്ടെ. പിന്നെ എപ്പോഴാ നേരെ വെക്കുക? ജഡ്ജസ് വരുന്ന സമയത്ത് അവര് കാണാൻ വേണ്ടി, കൃത്യമായിട്ട് പറയാൻ വേണ്ടി. അപ്പൊ അവര് വരുമ്പോഴൊക്കെ നമ്മൾ നല്ലൊരു റിഹേഴ്സൽ നടത്തിയിരിക്കണം. ഞാൻ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്? 5 മിനിറ്റാണ് നിങ്ങൾക്ക് നിങ്ങൾ വരച്ച ചിത്രത്തെക്കുറിച്ച് പറയാൻ സമയമുള്ളത്. രക്ഷിതാക്കളും ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക. 5 മിനിറ്റ് കുട്ടി വരച്ച ചിത്രത്തെക്കുറിച്ച് പറയാൻ കുട്ടിക്ക് കഴിയണം എന്ന് പറയുന്ന പലപ്പോഴും ജഡ്ജസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
നന്നായിട്ട് വരച്ചിരിക്കും, പക്ഷെ കുട്ടി ഒരക്ഷരം മിണ്ടിക്കില്ല. ഞാൻ എങ്ങനെയാ ഫസ്റ്റ് കൊടുക്കുക? കിട്ടില്ല. പ്രസന്റേഷനാണ് മാർക്ക്. പ്രസന്റേഷൻ. ഈ ചിത്രത്തിന്റെ ഭംഗിക്ക് മാർക്ക് കുറവാണ്. പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് മാർക്ക് കൊടുക്കുന്നത്. അത് കുട്ടി എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് അടുത്ത മാർക്ക്. ഇങ്ങനെയാണ് മാർക്കിന്റെ വിഭജനം. കുട്ടിക്ക് ഈ കാര്യങ്ങൾ എല്ലാം അറിയാമോ, പഠിക്കാനുള്ള കാര്യങ്ങൾ, വരച്ച കാര്യങ്ങളിലെ കണക്കെല്ലാം അറിയാമോ എന്നാണ് ജഡ്ജസ് നോക്കുന്നത്. അപ്പൊ മാർക്ക് വിഭജിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഭംഗി എന്നുള്ള കാര്യത്തിൽ വളരെ ചുരുങ്ങിയ മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ടീച്ചേഴ്സ് ആയാലും കുട്ടിയായാലും രക്ഷിതാവായാലും നിങ്ങളുടെ കുട്ടി ഏറ്റവും നന്നായി വരച്ചിരിക്കാം, പക്ഷെ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സമ്മാനം പ്രതീക്ഷിക്കണ്ട കേട്ടോ. അപ്പോ അത് ചിത്രം തൊട്ട് എങ്ങനെ പറയാമെന്നുള്ള ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓരോ ചിത്രവും എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. കൈകൊണ്ട് തൊടരുത്. ഒന്നുകിൽ പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ സ്കെയിലിന്റെ അറ്റം കൊണ്ട് തൊട്ട് കാണിച്ചുകൊണ്ട് എനിക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഇതിൽ എവിടെയൊക്കെ വരുന്നത്. അപ്പോൾ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള പാരലൽ ലൈൻസ് 7ാം ക്ലാസ് പഠിക്കാനുള്ളതാണ്. അത് എവിടെയെല്ലാം വരുന്നത്? റേഷ്യോ 7ാം ക്ലാസ് പഠിക്കാനുള്ളതാണ്. എവിടെയൊക്കെയാണ് റേഷ്യോ വരുന്നത്? ഇതിൽ കളർ കൊടുത്തപ്പോൾ ഓരോ കളറും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരുന്നു. അതുപോലെ പിന്നെ റോംബസ്, സമഭുജ സാമാന്തരികം ഉണ്ടെങ്കിൽ ഒരു സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ 3 പ്രത്യേകതകളും കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതുപോലെ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറഞ്ഞ കാര്യം. ഇങ്ങനെ അത് മാത്രമല്ല, അതിൽ വളരെ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ എത്ര വര ആകെ വരച്ചിട്ടുണ്ട്, എത്ര സെന്റിമീറ്റർ നീളമുള്ള എത്ര വരകൾ വരച്ചിട്ടുണ്ട്, എത്ര കളങ്ങളുണ്ട്, അതിൽ എത്ര കളങ്ങളിലാണ് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തത്, ഇതൊക്കെ ആ ചിത്രം നോക്കി പറയാൻ കഴിയണം. അപ്പോൾ വരച്ചാൽ പോരാ, ആ ചിത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ചിത്രം നന്നായി വരച്ചാൽ മാത്രം പോരാ, ചിത്രം ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യണം കുട്ടിക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി. അവിടെയാണ് ടീച്ചേഴ്സിന്റെ സഹായം വേണ്ടത്. അപ്പോൾ 7ാം ക്ലാസ് പഠിക്കാനുള്ള, അതായത് 5, 6, 7 ക്ലാസ്സുകളിലുള്ള കുട്ടികളാണ് ഈ മത്സരത്തിന് പോകുന്നതെങ്കിൽ 7ാം ക്ലാസ്സിന്റെ ഒടുവിൽ വരെയുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കാണിച്ചു കൊടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നുള്ളത്. ഇത് നമ്മൾ കലാമേളക്കൊക്കെ കുട്ടികളെ പ്രസംഗത്തിനൊക്കെ ഒരുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇതിന് ഒരുക്കണം. 5 മിനിറ്റ് കൊണ്ട് തപ്പും തടവും ഇല്ലാതെ കൃത്യമായിട്ട് പറയാൻ കുട്ടീനെ പ്രാപ്തനാക്കിയിരിക്കണം. അവിടെയാണ്. അപ്പോ ചിലർ പറയും എന്റെ കുട്ടിക്ക് സമയം കിട്ടിയില്ല, ജഡ്ജസ് ഒന്നും ചോദിക്കില്ല, പക്ഷെ കുട്ടിക്ക് പറയാനുള്ള കുട്ടി പറഞ്ഞു എന്നുള്ളതാണ്. ജഡ്ജസ് വരുമ്പം തന്നെ കുട്ടി തന്റെ പ്രസന്റേഷൻ ഒരു ഹായ് പറഞ്ഞുകൊണ്ട് നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് തുടങ്ങണം. ജഡ്ജസ് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട, അപ്പോൾ സമയം പോകും. കുട്ടിക്ക് ജഡ്ജസ് വന്നു കഴിഞ്ഞാൽ കുട്ടിയിൽ സമയമാണ്. അപ്പോൾ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചെന്നാൽ കുറച്ചു നേരം നിന്നിട്ട് ജഡ്ജസ് അങ്ങ് പോകും. അതിന് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ജഡ്ജസ് വരുമ്പം തന്നെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉടനെ ഈ കുട്ടീന്റെ പ്രസന്റേഷൻ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജഡ്ജസ് ഇടപെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരും, ചോദിച്ചില്ല എന്ന് വരും. എന്തായാലും അവർ ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ നിർത്താതെ എവിടെയാണോ അവസാനിപ്പിച്ച് ആടുന്ന് പിന്നെയും തുടങ്ങിക്കൊള്ളണം. പലപ്പോഴും ചില കുട്ടികൾ പറയുന്നുണ്ട്, ആ ജഡ്ജസ് എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്നാ പറയാ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവന് പറയാനുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, അവര് ചോദിച്ചതുമില്ല. പറയാനുള്ളത് നിങ്ങളുടെ അവകാശമാണ്. ഒരു കുട്ടിക്ക് 5 മിനിറ്റ് കിട്ടുക എന്നുള്ള കുട്ടീന്റെ അവകാശമാണ്. തീർച്ചയായും നിങ്ങളുടെ കുട്ടിക്ക് 5 മിനിറ്റ് കിട്ടണം. ആ 5 മിനിറ്റ് പ്രസന്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പോ അല്ലാതെ ജഡ്ജസ് ഒന്നും പറയാത്ത കുട്ടീന്റെ മുമ്പിൽ 5 മിനിറ്റ് നിൽക്കൂലേ കേട്ടോ. ഒന്നും പറയാത്ത കുട്ടീന്റെ മുമ്പിൽ എന്തിനാ ജഡ്ജസ് 5 മിനിറ്റ് വെറുതെ പോക്കുന്നു. അപ്പൊ അവിടുത്തെ വേഗം ജഡ്ജസ് മാറിയിട്ട് അടുത്ത കുട്ടീന്റെ അടുത്തേക്കല്ലേ പോവാ. അപ്പോ ജഡ്ജസ് ഒന്നും ചോദിച്ചില്ല എന്ന് എനിക്ക് പരാതി പറയരുത്. ജഡ്ജസ് ഒന്നും ചോദിക്കണ്ട, പക്ഷെ നിങ്ങളെ കുട്ടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു തീരുന്നില്ല, 5 മിനിറ്റിന് മുമ്പേ സാർ ഇതും കൂടെ ഒന്നും കൂടെ ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പറയണം. അവര് നല്ല തിരക്കിലായിരിക്കും, ഒരുപാട് കുട്ടികളെ പരിശോധിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങളെ കുട്ടിക്ക് കിട്ടുന്ന സമയം പരമാവധി അവിടെ പിടിച്ചു നിർത്തേണ്ടത് നിങ്ങളെ കുട്ടീന്റെ മിടുക്കാണ്.
അതുപോലെ ഇരിക്കും. ഇവിടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും നന്നായിട്ട് ആ പ്രസന്റേഷൻ നടത്തുന്ന കുട്ടിക്ക് തന്നെയാണ് പ്രാധാന്യം കിട്ടുക. നല്ല പ്രസന്റേഷൻ ആണെങ്കിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് കേട്ട് നിന്ന് പോവും. തപ്പിത്തടഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് അങ്ങും ഇങ്ങും നോക്കി പറയുന്ന ഒരു കുട്ടീന്റെ പ്രസന്റേഷൻ ഒന്നും അധികം കേട്ടിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം. വളരെ നന്നായിട്ട് പഠിച്ച കുട്ടി, ഏറ്റവും നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് മാത്രമേ ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റൂ. ആത്മവിശ്വാസത്തോടെ പറയുന്ന കുട്ടി ജഡ്ജസിനെ 3 ആളെ മാറി മാറി അവരെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറയും. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം അത്ര അറിഞ്ഞൂടെങ്കിൽ കുട്ടീന്റെ നോട്ടം ജഡ്ജസിന്റെ കണ്ണിലേക്കല്ല താഴോട്ടായി പോകും. അപ്പോ എടിയോ പെശകുണ്ടെന്ന് ജഡ്ജസിന് അന്നേരം ബോധ്യമാകും എനിക്ക് നന്നായിട്ട് പഠിച്ചിട്ടില്ല. അവിടെയാണ് ജഡ്ജസിനെ 3 ആളെ, അവരെ 3 ആളെയും മാറി മാറി നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചറായാലും രക്ഷിതാക്കളായാലും നിങ്ങളുടെ കുട്ടിയെ ഒരുക്കേണ്ടത്. അപ്പോൾ ഒരു ജോമെട്രിക്കൽ ചാർട്ടുമായി ബന്ധപ്പെട്ട് ആദ്യാവസാനം വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ചിലപ്പോൾ നീണ്ടു പോയിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇത് നിർബന്ധമായും എല്ലാ രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സും കുട്ടികളും മത്സരത്തിന് പോകുന്ന കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത മറ്റൊരു വിഷയമായിട്ട് ഒന്നെങ്കിലും മോഡൽ അല്ലെങ്കിൽ പസിൽ ഓരോന്നും ഞാൻ ഇതുപോലെ വളരെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായി വീഡിയോ കാണുന്നവർ, ഈ ചാനൽ കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.